ഹരി ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഓൺലൈൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ 3 അത്ഭുത കഥകൾ ഒന്ന് കേട്ടു നോക്കിയാലോ. ഇത് 3ഉം ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നടന്ന സംഭവങ്ങളാണ്. ഒന്ന് നമുക്കിതെല്ലാം കേട്ടു നോക്കാം. ഡോക്ടറേക്കാൾ വലിയ ഡോക്ടർ ഗുരുവായൂരപ്പൻ തന്നെ. ഈ സംഭവം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഇതും നടന്ന സംഭവം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കോയ്മയായ വൈത്തി തൻ്റെ ഒരനുഭവം ഇങ്ങനെ രേഖപ്പെടുത്തുകയുണ്ടായി. വൈത്തിയുടെ ഭാര്യയെ പ്രസവത്തിനായി ആലത്തൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശ്നം കുറച്ച് ഗൗരവമുള്ളത് ആയതിനാൽ അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചോളൂ, ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞു. വിഷമം തോന്നിയപ്പോൾ അതുപ്രകാരം രാത്രിയിൽ ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്നു. പ്രസവ വേദന ശരിയായി വരാത്തത് കാരണം ഓപ്പറേഷൻ നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞു. ഭാര്യ ഗർഭിണിയായ സമയത്ത് നാരായണ നാമവും ശ്രീമദ് ഭാഗവതം 12-ാം അധ്യായവും എഴുതുക പതിവായിരുന്നു. ഗുരുവായൂരപ്പനെ സ്മരിച്ച് സമ്മതപത്രത്തിൽ ഒപ്പിടാൻ പേന വാങ്ങിയപ്പോഴേക്കും യാതൊരു വിഷമവും കൂടാതെ പ്രസവം നടക്കുകയുണ്ടായി. ഡോക്ടറുടെ ഓപ്പറേഷനേക്കാൾ വലുതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് അപ്പോൾ ബോധ്യമായി. സാക്ഷാൽ ധന്വന്തരി മൂർത്തിയായ ഭഗവാൻ ഡോക്ടറേക്കാൾ വലിയ ഡോക്ടറാണല്ലോ എന്നദ്ദേഹം വിസ്മയത്തോടെ പറയുകയുണ്ടായി. ഗുരുവായൂരപ്പന് മാറ്റാൻ സാധിക്കാത്തതായി യാതൊരു അസുഖവും ഇല്ല. ഡോക്ടറേക്കാൾ വലിയ ഡോക്ടർ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ. വിഷത്തെ അമൃതാക്കിയ ഗുരുവായൂരപ്പൻ. സാത്വികനും ഗുരുവായൂരപ്പ ഭക്തനുമായ ഒരു ആയുർവേദ വൈദ്യനുണ്ടായിരുന്നു. ഒരു ദിവസം സന്ധ്യാസമയത്ത് കടുത്ത വയറുവേദനയുമായി ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. സന്ധ്യാസമയമായതിനാൽ മുറിയിൽ വേണ്ടത്ര വെളിച്ചം ഉണ്ടായിരുന്നില്ല. നിത്യപരിചയമോർത്ത് ഒരു ഡെപ്പിയിൽ നിന്നും 4 ഗുളികകളെടുത്ത് അദ്ദേഹം രോഗിക്ക് കൊടുത്തു. പിറ്റേന്ന് കാലത്താണ് താൻ ചെയ്ത അബദ്ധം വൈദ്യർക്ക് ബോധ്യമായത്. വയറുവേദനയ്ക്ക് കൊടുക്കേണ്ട ഗുളികകൾക്ക് പകരം തൊട്ടടുത്ത ഡെപ്പിയിൽ നിന്ന് വിഷം കലർന്ന ഗുളികകളാണ് കൊടുത്തത്. അതിൽ ഒന്ന് കഴിച്ചാൽ തന്നെ മനുഷ്യന്റെ ജീവൻ അപകടത്തിലാവും. വൈദ്യൻ ആകെ വിഷമത്തിലായി. രോഗിയുടെ വീടും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. താൻ മഹാ അപരാധമാണല്ലോ ചെയ്തത്. രോഗം ഭേദമാക്കുന്നതിന് പകരം രോഗിയെ കൊല്ലാനുള്ള മരുന്നാണല്ലോ കൊടുത്തത്. ഈ മഹാപാപത്തിന് ഗുരുവായൂരപ്പൻ മാപ്പ് തരില്ലേ എന്നോർത്തുകൊണ്ട് ഗുരുവായൂരപ്പനെയും ധ്യാനിച്ച് അദ്ദേഹം വിഷമത്തോടെയിരുന്നു. സമയം പോയതറിഞ്ഞില്ല. സന്ധ്യയോടടുത്തു. ഗുരുവായൂരപ്പൻ്റെ അത്ഭുത ലീലകളെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ആ സുഹൃത്ത് അതാ സന്തോഷത്തോടെ അടുത്ത് വന്ന് നിൽക്കുന്നു. വൈദ്യന് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അദ്ദേഹം സുഹൃത്തിൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. സുഹൃത്ത് പൊതി നീട്ടിക്കൊണ്ട് വൈദ്യരോട് ആകാംക്ഷയോടെ ചോദിച്ചു. ഇന്നലെ തന്ന ഒരു ഗുളിക കഴിച്ചപ്പോഴേക്കും തന്നെ അസുഖം പൂർണ്ണമായും ഭേദമായി. ബാക്കി ഗുളികകൾ കഴിക്കണോ എന്നറിയാനാണ് വന്നത്. അത് കേട്ട് വൈദ്യർ ധൃതിയിൽ ഗുളികകൾ വാങ്ങി പകരം വേറെ ഗുളികകൾ കൊടുത്തു. വിഷത്തെ പോലും അമൃതാക്കാനുള്ള ഗുരുവായൂരപ്പൻ്റെ അത്ഭുത സിദ്ധികളോർത്ത് വൈദ്യർ ഭഗവത് സ്മരണയിൽ മുഴുകി. ഗുരുവായൂരപ്പനെ അടിയുറച്ച് ഭക്തിയോടെ വിശ്വസിച്ചാൽ അദ്ദേഹം നമ്മളെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കഥ. അടുത്ത കാലം വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാതിൽ മാടത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് ഊട്ട് നടത്തി വന്നിരുന്നു. 1982 ജനങ്ങളുടെ പ്രക്ഷോഭ ഫലമായി എല്ലാ ഭക്തജനങ്ങൾക്കുമായി പ്രസാദ ഊട്ടുപുരയിൽ വെച്ച് നടത്താൻ തുടങ്ങി. അതിന്നും നടന്നു വരുന്നു. ഉന്നതകുല ജാതരായ ബ്രാഹ്മണർക്ക് തെക്കേ വാതിൽ മാടത്തിലും
ആഭിജാത്യം കുറഞ്ഞവർക്കും പരദേശികൾക്കും വടക്കേ വാതിൽ മാടത്തിലും വെച്ചായിരുന്നു ഊട്ട് നടത്തിയിരുന്നത്. ഇന്നും വിശിഷ്ട ബ്രാഹ്മണന് വാതിൽ മാടത്തിൽ വെച്ച് ഉച്ചപൂജയോടനുബന്ധിച്ച് ഊട്ട് നടത്തുന്ന ചടങ്ങ് നടന്നു വരുന്നുണ്ട്. സമ്പന്നനായ തൈക്കാട്ട് സ്വാമിയാർ ധാരാളം പണവുമായി ഭജനമിരിക്കാൻ എത്തി. എന്നാൽ പണമൊന്നും അദ്ദേഹത്തിന് അധികം ചെലവഴിക്കേണ്ടി വന്നില്ല. 2 നേരവും വാതിൽ മാടത്തിൽ വെച്ച് ഗംഭീര സദ്യ ലഭിക്കും. ആദ്യമായി സദ്യ ഉണ്ണുന്നത് സ്വാമിയാരായിരിക്കും. നേരത്തെ തന്നെ അദ്ദേഹം 1-ാം സ്ഥാനത്ത് മുണ്ട് വിരിച്ച് സ്ഥാനം ഉറപ്പിക്കും. അറിയാതെ ആരെങ്കിലും അതിൽ ചവിട്ടുകയോ കയറിയിരിക്കുകയോ ചെയ്താൽ സ്വാമിയാർ ലഹള ഉണ്ടാക്കും. ചിലപ്പോൾ കയ്യാങ്കളി വരെ നടത്തിയെന്ന് വരും. ഒരിക്കൽ ഒരു യുവാവ് അറിയാതെ 1-ാം സ്ഥാനത്ത് ഇരുന്നു പോയി. അപ്പോൾ സ്വാമിയാർ ഷണ്ഠക്കെത്തി. സ്വാമിയാരുടെ തടിമിടുക്ക് കണ്ട് ആ യുവാവ് ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. വാതിൽ മാടം ഏറെക്കുറെ സ്വാമിയാരുടെ പിടിയിലായിരുന്നു. യാതൊരു ശാരീരിക അധ്വാനവും ചെയ്യാതെയാണ് എന്നും ഒരവകാശം പോലെ സ്വാമിയാർ വാതിൽ മാടത്തിലിരുന്ന് ഉണ്ടു പോന്നിരുന്നത്. അതും 4-5 പേർക്കുള്ള ഭക്ഷണം വേണം സ്വാമിയാർക്ക്. സ്വാമിയാരാകട്ടെ തടിച്ചു കൊഴുത്തു വന്നു. പതിവ് പോലെ സ്വാമിയാർ ഒരു ദിവസം സദ്യ കഴിക്കാനിരുന്നു. 2 ഉരുളയെ കഴിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും എക്കിട്ടം വരാൻ തുടങ്ങി. കുറെ വെള്ളം കുടിച്ചു നോക്കി. എന്നിട്ടും ഒരു ശമനവും ഇല്ല. അവസാനം ഗത്യന്തരമില്ലാതെ സ്വാമിയാർ സദ്യ കഴിക്കാതെ പുറത്തേക്ക് പോയി. എല്ലാവരും അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. ആർക്കും ഒരു സഹതാപവും തോന്നിയില്ല. ഭക്ഷണം ഒന്നും കഴിക്കാൻ കഴിയാതെ സ്വാമിയാർ മെലിഞ്ഞു പരവശനായി. എന്തെങ്കിലും വയറ്റിലെത്തിയാൽ എക്കിട്ടം തന്നെ, ജലം മാത്രം കുടിക്കാം. ഇതോടെ സ്വാമിയാരുടെ അഹങ്കാരമെല്ലാം ശമിച്ചു തുടങ്ങി. ഭഗവത് സ്തോത്ര പാരായണവും നാമജപവും മറ്റുമായി ഭഗവത് സന്നിധിയിൽ തന്നെ കഴിഞ്ഞു. താൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ബോധ്യമായി. ഭഗവാനോട്, സാക്ഷാൽ ഗുരുവായൂരപ്പനോട് കണ്ണീരോടെ ക്ഷമാപണം നടത്തി. ഒരു ദിവസം സദ്യ ഉണ്ടിട്ട് മരിച്ചാലും തരക്കേടില്ല എന്ന് വരെ അദ്ദേഹം പ്രാർത്ഥിച്ചു. സ്വാമിയാർ മറ്റു ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ സദ്യയ്ക്ക് വിളമ്പാനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും സഹായിക്കാനും എല്ലാം തുടങ്ങി. ഇതോടെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കാം എന്ന നിലയിൽ വന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ താൻ അല്പമെങ്കിലും കഴിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. സ്വാമിയാരിൽ വന്ന മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. സ്വാമിയാർ ഒരു യഥാർത്ഥ ഭക്തനായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം മറ്റുള്ളവർക്കെല്ലാം ഒരു മാതൃകയായി മാറി. സ്വാമിയാരോട് എല്ലാവർക്കും ആദരവും ബഹുമാനവും വർദ്ധിച്ചു വന്നു. സ്വാമിയാർ തൻ്റെ സ്വത്തുക്കളെല്ലാം ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചു. സ്വാമിയാരുടെ പ്രാർത്ഥന അന്വർത്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം കാൽനടയായി ഹിമാലയത്തിലേക്ക് യാത്രയായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത്രയും നേരം ഈ 3 സംഭവങ്ങളും കേട്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എല്ലാവരും നാമം ജപിക്കുക. ഹരേ ഗുരുവായൂരപ്പ.